സുഹൃത്തുക്കളെ, ഇരിക്കൂർ കണ്ണൂർ ശ്രീകണ്ഠാപുരം റൂട്ടിലോടുന്ന സാബിറ നമ്മളെ സ്വന്തം അപ്പു വന്നിട്ട് സാരഥി. നമ്മളെല്ലാവരും സ്നേഹത്തോടെ അപ്പു എന്ന് വിളിക്കുമെങ്കിലും അതിൽ നിന്നാണ് പുള്ളിക്കാരൻ്റെ ശരിക്കുള്ള പേര്. ഓൻ്റെ ആ ചിരി കണ്ടാൽ തന്നെ യാത്ര ചെയ്യേണ്ടാന്ന് തോന്നുന്ന ആൾ വരെ ഇതിലേക്കൊരു യാത്ര ചെയ്തു. ഈ ഒരു മുതലിനെ കണ്ട ഇവനെക്കുറിച്ചാണ് ഇന്നത്തെ കഥ. അഭിനേഷ് ദയാലിലെ സ്ഥിരം കണ്ടക്ടർ. അങ്ങനെ ദയാൽ ഡ്യൂട്ടി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടിയെന്ന് മറ്റൊരു പോക്കങ്ങ് പോയത്. പിന്നെ ഇപ്പോൾ കാണുന്നത് നീ എപ്പോഴും നാട്ടിൽ വന്നതെന്ന് വെച്ചാൽ പറഞ്ഞേ ആ കമ്പനി അങ്ങ് പൊട്ടിപ്പോയി, ആരോടും പറയാനൊന്നും നിൽക്കണ്ടാന്ന്. അങ്ങനെ എറണാകുളത്തെത്തി കമ്പനി പൊട്ടിച്ചാലും ഓന് സമാധാനമായി. ഞാൻ ആരോട് പറയാം. എന്തോ ഒരു ലഗേജ് കിട്ടി ആരും ഉള്ളിൽ കൊണ്ടുവച്ച് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞ് നേരത്തെ ചായ കുടിച്ച് എൻ്റെ പൈസ ഇലങ്ങ് മുതലാക്കാൻ. എന്തെല്ലാം മനുഷ്യന്മാരല്ലേ. ഇതാണ് രഞ്ജിയേട്ടൻ കണ്ടക്ടർ, കൂടെയുള്ളത് ഹരിസിൻ്റെ ഡ്രൈവറും. അങ്ങനെ അവരോടെല്ലാം കുശലം പറഞ്ഞ് ബസ് മെലന 5:05 ശ്രീകണ്ഠ അടുത്തേക്ക് യാത്ര പുറപ്പെട്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വണ്ടിയെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കിലാണെങ്കിൽ അഭിനേഷ് ഓൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ടും ഓഫീസ് ടൈമെല്ലാം കഴിഞ്ഞ് ആൾക്കാർ വരുന്നതുകൊണ്ടും അത്യാവശ്യം തിരക്കെല്ലാം. ഈ സമയത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് കാൾ ടാക്സി കടന്ന് കിട്ടുകയെന്ന് പറയുന്നത് ഒരു വമ്പൻ ടാസ്ക്കാണ്. അങ്ങനെ ബസ് മെല്ലെ മുന്നോട്ട് കുതിച്ചു. എല്ലാം കഴിഞ്ഞ് അന്നേരമാണ് അമലുവിൻ്റെ ഒരു കോൾ വന്നത്. 2 വീലറിൻ്റെ അവിടെ പഴയ സ്റ്റാൻഡിൽ വെച്ചിട്ട് നീ ഒന്ന് വരുമ്പോൾ എടുക്കണേ. ഞാൻ അപ്പൂൻ്റെ അടുത്ത് പോയി ആ കഥയെല്ലാം പറഞ്ഞ് ഞാൻ പഴയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് 2 വീലർ എടുത്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. വീണ്ടും താലൂക്ക് എത്തുമ്പം സാബിറ. അങ്ങനെ ഒന്നും കൂടി അതിൻ്റെ വീഡിയോയിലെടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് യാത്ര ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ.